യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നു. ഏയ് ഒന്നുമില്ല മോളെ, നിനക്ക് തോന്നുന്നതാ. ചേച്ചി ഉറപ്പായിട്ടും വരണേ ചേച്ചി. വളകാപ്പിന് നിങ്ങൾ എല്ലാവരും വേണമെന്ന് എന്റെ ആഗ്രഹം. ഉറപ്പായിട്ടും വരാം മോളെ. ശരി ചേച്ചി, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? കുഞ്ഞുങ്ങളൊക്കെ മിടുക്കുകളായിട്ടിരിക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, സുഖ. ശരി ചേച്ചി, അപ്പൊ നമുക്ക് വരുമ്പോ നേരിട്ട് കാണാം. ശരി. നിന്റെ ഫോണിൽ നിന്ന് എന്തിനാ? നിന്നോട് ഫോൺ തരാനല്ലേ പറഞ്ഞത്? എന്റെ ഫോൺ എന്തിനാ നോക്കുന്നേ? ഫോൺ താ. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആരും അല്ല എന്നെ വിളിച്ചത്. അത് ഞാൻ നോക്കിക്കോളാം. അതിന്റെ ആവശ്യമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഫോൺ തരാൻ പറഞ്ഞാ ഫോൺ തരണം. താ. തരില്ല. തരാന്ന് പറഞ്ഞു. എന്തിനാ കാണിക്കുന്നേ? അനുചേച്ചല്ല ദയെ വിളിച്ചേ. ഇനി അവളും എന്നെ വിളിക്കാൻ പാടില്ല. ഒരുത്തിയും വിളിക്കണ്ട. ഓ, ഇന്ദ്ര എന്നെ തല്ലിയപ്പം എല്ലാവരും കണ്ട് രസിച്ചിരുന്നല്ലേ? ആരും ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? ഒരുത്തിയും വിളിക്കണ്ട. ഇവളെന്തിനാ ഇപ്പൊ നിന്നെ വിളിച്ചത്? വിനയേട്ടൻ അറിയേണ്ട കാര്യത്തിനല്ല, അവക്ക് എന്നോട് പറയാനുള്ളത് പറയാനാ വിളിച്ചത്. അതെന്താ ചോദിച്ചത്? അത് നിങ്ങൾ അറിയണ്ട. അവളുടെ ഒരു ഫോൺ ഇത് ഞാൻ എറിഞ്ഞു. എന്താ ഭയം കേട്ടോ. ഇനി മേലിലാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും ഞാനത്. ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ? ഞാൻ വരാൻ വൈകുമെന്ന് പറഞ്ഞല്ലേ? നീ ഇങ്ങനെ ഈ സമയത്ത് ഉറങ്ങാതിരിക്കാനൊന്നും പാടില്ല. നീ ഉറങ്ങിയെങ്കിൽ ഉണർത്തണ്ടെന്ന് കരുതിയാ ഞാൻ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ പതുക്കെ അകത്തേക്ക് വന്നത്. കിടന്നിട്ട് ഉറക്കം വന്നില്ല ശബരീട്ട. എന്താ? നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നതാ. എന്താ ആലോചിച്ച്? ഞാനിന്ന് ചേച്ചി വിളിച്ചിരുന്നു. എന്നിട്ട്? ചേച്ചിക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്ത് പ്രശ്നം? അതറിയില്ല. വളകാപ്പിന് വരണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. പക്ഷേ ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോ എന്തൊക്കെയോ സങ്കടങ്ങള് മനസ്സിലുള്ളതുപോലെ തോന്നി. കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടിയിട്ടും ചേച്ചിക്ക് എന്താ സങ്കടം മാറാത്തത്? ഇന്ദ്രേട്ടന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തിന് വിനയൻ ചിലങ്കയെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അതിന്റെ പേരില് അവര് തമ്മില് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ സംഭവിച്ച കാര്യത്തില് ചേച്ചി എങ്ങനെ തെറ്റുകാരിയാവും? ആ സുശീലാന്റി പറഞ്ഞതിന് ഈ വിനയേട്ടൻ തിരിച്ചു പറഞ്ഞപ്പോ ഉണ്ടായ പ്രശ്നമല്ലേ? ഒന്നും മിണ്ടാതിരുന്ന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ? സ്വന്തം തെറ്റുകള് ആരും തിരിച്ചറിയില്ലതേ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണെന്നേ എല്ലാവരും വിശ്വസിക്കൂ. ആ രീതിയിലേ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറൂ. അങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം. പാവം ചേച്ചി ഒന്ന് തീരുമ്പോ ഒന്നായിട്ട് എപ്പോഴും സങ്കടപ്പെടാനാ പാവത്തിന്റെ വിധി. അവര് വളകാപ്പിന് വരുമ്പോ നമുക്ക് സംസാരിക്കാം. കുടുംബത്തിലെ അകൽച്ചയും പിണക്കങ്ങളും എല്ലാം എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സമയങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിനുകൂടെ വേണ്ടിയ ഈ ചടങ്ങുകളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ. ചേച്ചിയുടെ സങ്കടം നമുക്ക് അങ്ങനെ തീർക്കാം.
പക്ഷെ എന്റെ സങ്കടം ആരാ തീർക്കുന്നെ? നിനക്കെന്താ സങ്കടം? കണ്ടോ, എന്റെ മനസ്സിൽ എന്തുമാത്രം സങ്കടമുണ്ടെന്നറിയോ? എന്റെ ഭർത്താവിന് അതൊന്നും അറിയാനും തീർക്കാനും സമയമില്ല. പക്ഷെ മനുഷ്യരുടെ സൈക്കോളജി ഒക്കെ പറയാനറിയാം. നീ കാര്യം എന്താണെന്ന് പറയതേ. ശബരിയേട്ടൻ ഇങ്ങനെ താമസിച്ചു വന്നാ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്ത് ക്ഷീണിക്കുന്നത് എന്തിനാ? എനിക്ക് ശബരിയേട്ടൻ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതാണോ പ്രശ്നം? ആ അതെ. നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിന്റെ കൂടെ എപ്പോഴും അടുത്തുണ്ടാവാൻ വേണ്ടിയല്ലേ ഞാൻ ഇപ്പോ ഈ നെട്ടോട്ട് ഓടുന്നത്. എന്റെ ആഗ്രഹം ശബരിയേട്ടന് എപ്പോഴും എന്റെ അടുത്ത് വേണമെന്നാ. അതിനിങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. വളകാപ്പ് കഴിഞ്ഞ് പോയാ പിന്നെ എന്നാ നീ വരുന്നത്? വളകാപ്പ് കഴിഞ്ഞു പോയാ ശബരിയേട്ടൻ അങ്ങോട്ട് വരണം. അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് വരെ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയാ മതി. എനിക്ക് ശബരിയേട്ടനെ കാണാതെ നിൽക്കാൻ വയ്യ. എനിക്കും നിന്നെ കാണാതെ നിൽക്കാൻ വയ്യ. ഇന്ദ്രൻ എന്താ ഇതുവരെ വരാത്തത്? ഇനിയിപ്പോ വരാതിരിക്കൂ? ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ കോളാനു കണ്ട മൊത്തം പ്രശ്നമാവും. ഇന്ദ്രൻ എന്താ ഇത്രയും സമയമായിട്ട് വരാത്തേന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനി വരില്ലെന്ന് ഞാൻ പേടിച്ചു. ഇന്ദ്രൻ വാ. ഇന്ദ്രൻ ഇരിക്കെ, ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദാ. എന്താ ഇന്ദ്ര കുടിക്കാത്തത്? നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഹർഷേ.
നീ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ദിര. അതുകൊണ്ടാണ് ഇന്ന് തിരിച്ചു വരില്ലെന്ന് ഞാൻ അവളോട് നുണ പറഞ്ഞത്.